കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധി ഇന്നറിയാം. കേസ് കൊച്ചി CBI കോടതിയാണ് കേസിൽ വിധി പറയാൻ പോകുന്നത്. മുൻ MLA KV കുഞ്ഞിരാമനും CPIM നേതാക്കളുമടക്കം 24 പ്രതികളാണ് കേസിലുള്ളത്. 2019 ഫെബ്രുവരി 17-നാണ് കല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. അരുൺ പാറക്കൽ കല്യോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് ആ വിധി അറിയാൻ. എത്ര മണിയോടുകൂടി ആ വിധി പ്രതീക്ഷിക്കാം? പ്രതികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയ കേസാണ്. എപ്പോഴേക്ക് വിധി അറിയാം അരുൺ പാറക്കൽ? റിജിത്ത്, 11 മണിയോടുകൂടി കൊച്ചി CBI കോടതി കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തും. പക്ഷേ അവരുടെ ശിക്ഷാവിധി ഇന്നുണ്ടാവുമോ എന്നത് സംശയമാണ്. ഒരുപക്ഷേ അത് തിങ്കളാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് റിജിത്ത് കൊലപാതകം നടന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്താണ് വെച്ചാണ് ഈ ശരത് ലാലിനെയും കൃപേഷിനെയും അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിന് താഴെയായിരുന്നു, ഈ റോഡിൽ നിന്ന് ഈ ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ നിന്ന് ഒരു 250 മീറ്റർ അകലെയായിരുന്നു ശരത് ലാലിൻ്റെ വീടുണ്ടായിരുന്നത്. അവിടേക്ക് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദീപുവിൻ്റെ വിവാഹത്തിന് ഡ്രസ് കോഡ് അവർ നിശ്ചയിച്ചിരുന്നു. ആ ഡ്രസ് കോഡിന് വേണ്ടിയുള്ള പണം ശരത് ലാലിൻ്റെ കൈവശമായിരുന്നു. അതെടുക്കുന്നതിന് വേണ്ടിയാണ് കൃപേഷും ശരത് ലാലും ഈ വഴി വീട്ടിലേക്ക് വന്നത്. ഈ സമയത്താണ് ഈ കൊലപാതകം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 5-ാം പ്രതി ഗിജിൻ കല്യോട്ടിൻ്റെ വീടാണ് നമുക്ക് ആ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് സമീപത്ത് തന്നെയുള്ള ഈ കവുങ്ങിൻ തോപ്പുണ്ട്. ഈ കവുങ്ങിൻ തോപ്പിലാണ് പ്രതികൾ ഒളിച്ചിരുന്നത്. ഗിജിൻ കല്യോട്ടിൻ്റെ കുടുംബത്തിലെ 3 പേരാണ് ഈ പ്രധാനമായ പ്രതികൾ പ്രതിപ്പട്ടികയിലുള്ളത്. ആ ഭാഗത്ത് നിന്ന് 10 മീറ്ററോളം ഓടുന്ന വണ്ടിയിൽ ഈ പ്രതികൾ ഈ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടി എന്നുള്ളതാണ്. ഇവിടെ വീണതിന് ശേഷം കൃപേഷ് ഇറങ്ങി ആ താഴേക്ക് ഓടുകയായിരുന്നു. ഏകദേശം ഒരു 100 മീറ്ററോളം കൃപേഷ് ഇറങ്ങി ഓടി ഒടുവിൽ രക്തം വാർന്നാണ് കൃപേഷിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രതിപെട്ട ഈ സമയത്ത് ശരത് ലാലിന് 17ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ. അതെ, 17 അധികം പറയേണ്ടി വരും. സ്വാഭാവികമായും തലയിലും മുഖത്തും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 മുറിവ്. ഈ കാൽമുട്ടിന് താഴോട്ട് അത് എണ്ണിയാൽ എടുക്കാൻ പറ്റാത്ത അത്രയും മുറിവുകളുണ്ടായിരുന്നു. പാദം അറ്റു പോകുന്ന രീതിയിലേക്ക് മുറിവുണ്ടായിരുന്നു. അന്ന് ഈ സംഭവം നടന്ന് ഞാൻ ജില്ലാശുപത്രിയിലെത്തി അവനെയും കൊണ്ട് പോകുന്ന സമയത്ത് ആ ആംബുലൻസിനകം രക്തം കൊണ്ട് തളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം. മംഗലാപുരത്തിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് അവൻ മരിച്ചത്. ആ സമയത്ത് കൃപേഷിനെ നമ്മൾ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. രണ്ടാമതാണ് കണ്ടത്. ശരത് ലാലിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയ ശേഷം അതുവഴി ഇവിടുത്തെ ഈ ശബ്ദം കേട്ട് വന്നു ശ്രീകാന്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട്, നമ്മുടെ പ്രവർത്തകനാണ്. അവൻ അതുവഴി വന്ന സമയത്ത് ആ വഴിക്ക് കിടക്കുന്നത് കണ്ടിട്ട് വിളിച്ചു വന്ന് നോക്കുമ്പോഴാണ് കൃപേഷാണെന്ന് മനസ്സിലായതും. തലയിൽ ഒറ്റ വെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഓടിയ ഒരു ഇതിൻ്റെ കൊണ്ടാവാം രക്തവാർന്ന. ഉദ്ദേശിച്ചത് ശരത്തിന് തന്നെയാണ്. തീർച്ചയായും ശരത്തിൻ്റെ വീടാണല്ലോ ഇവിടെ. അപ്പോൾ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കൃത്യമായി അവരത് പ്ലാൻ ചെയ്ത് 2 പ്രതികൾ അതിനകത്ത് കൃത്യമായി വിവരം കൊടുത്തിരുന്നു. അവർ പുറപ്പെട്ട വിവരം കൊടുത്തിരുന്നു. 2 സ്ഥലത്തു നിന്ന് വിളിച്ച് കൃത്യമായി അവർ തന്നെയാണ് സ്വാഭാവികമായും വണ്ടി ഓടുന്ന വണ്ടിയിലേക്ക് തന്നെ അവർ ചാടി വീണ് വെട്ടുകയായിരുന്നു. പ്രതികളുടെ വീട് ഇവിടെ തന്നെ. അതെ, ഈ പരിസരത്ത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ വീട് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നത്. ഇവിടെ CPM-ന് വേണ്ടി ഈ അക്രമ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സഹായം കൊടുക്കുന്ന ആളുടെ വീടാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് നടന്നത്. അത് മാത്രമല്ല, അതിനകത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ 5-ാം പ്രതി എന്ന് പറഞ്ഞ ഗിജിൻ്റെ മാതാവും സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൃത്യമായി പ്ലാൻ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും അവരുടെ പറമ്പിൽ തന്നെ ഒളിച്ച് നിന്ന് ചെയ്യുകയും ചെയ്തു. ഒരു കുടുംബത്തിൽ 3 പേര് ഇതിനകത്ത് പ്രതികളാണ്. അപ്പോൾ കൃത്യമായി അവരുടെ താല്പര്യം കൂടി, പിന്നെ പാർട്ടിയുടെ താല്പര്യം, പീതാംബരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് നമുക്കറിയാമല്ലോ, ആദ്യഘട്ടം മുതൽ ഗവൺമെൻറ് ഈ കേസ് അട്ടിമറിക്കാൻ ആവശ്യമായ CPM-ൻ്റെ ആ പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു നിലപാടെടുത്തിരുന്നു. അതിൻ്റെ അവർ ഭയപ്പെട്ടത് എന്താണോ എന്ന് വെച്ചാൽ ഉന്നതരായ CPM നേതൃത്വം ഇതിനകത്ത് പ്രതിയാക്കപ്പെടും എന്നുള്ളത് കൃത്യമായി അവർക്കറിയായിരുന്നു. അത് നേരത്തെ തന്നെ ഈ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ടെന്നതിൻ്റെ തെളിവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 കുടുംബവും ഈ കേസിൻ്റെ പ്രാരംഭ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കൃത്യമായി പറഞ്ഞ് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞപ്പോഴും സർക്കാർ അതിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ്. ഈ CBI വന്നാൽ ഇതിൻ്റെ ഗൂഢാലോചനകളൊക്കെ പുറത്തു വരുമെന്നും CPM-ൻ്റെ ഉന്നത നേതാക്കന്മാർ ഇതിനകത്ത് പ്രതിയാക്കപ്പെടും എന്നുള്ള കൃത്യമായ ധാരണ CPM-ന്. ഇതിപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്.
തീർച്ചയായും CBI വന്നു, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചു. കൃത്യമായി അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കേസിനകത്ത് ഈ കഴിഞ്ഞ ഇത്രയും കാലം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു പ്രതിക്ക് പോലും ജാമ്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നത് ഈ കേസിന് എത്രത്തോളം ഗൗരവം ഉണ്ട് എന്നുള്ളത് കോടതി ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഇതിനകത്ത് ഒരു സാക്ഷി പോലും കൂറുമാറുന്ന സാഹചര്യമോ സാക്ഷി മൊഴി തെറ്റായി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ കേസിലുള്ള എത്രത്തോളം ജനങ്ങളും അല്ലെങ്കിൽ പാർട്ടിയും ഈ രണ്ട് കുടുംബവും പൊതുസമൂഹവും എത്രത്തോളം അതിനകത്ത് തീവ്രമായി കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. റീജിത്ത്, ഇത് തന്നെയാണ് എന്തായാലും ഈ പ്രതികൾ, അതായത് ഇവിടെ ഒളിച്ചിരുന്ന ഈ പ്രദേശത്താണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ വിധി എന്തായിരിക്കും? 24 പ്രതികളും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇവിടെയുള്ള ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിധി 24 പ്രതികളാണ്. CPM നേതാക്കളടക്കം 24 പ്രതികളാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് കേരളം കാത്തിരിക്കുന്ന വിധി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 14 പേർ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നു. പിന്നീട് അതിന്റെ ഗൂഢാലോചന പാർട്ടിലേക്ക് CBIയുടെ അന്വേഷണം കടക്കുന്നു. CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാർ പോകുന്നു. അങ്ങനെ സംഭവബഹുലമായ അന്വേഷണകാലം, വിചാരണകാലം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇന്ന് പെരിയ കേസിൽ വിധി വരാൻ പോകുന്നത്.